ലോകസമാധാനത്തിന്റെ അവസാന നൂലിഴയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പശ്ചിമേഷ്യൻ ആകാശം വീണ്ടും മിസൈലുകളുടെ തീജ്വാലകളാൽ ചുവന്നിരിക്കുകയാണ്. മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം വെറുമൊരു തിരിച്ചടിയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ വിളംബരമായാണിതിന് ഒരു വിഭാഗം നിരീക്ഷകർ കാണുന്നത്. അമേരിക്കൻ കരുത്തും ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളും ഒരുപോലെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഫാർസ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഈ റിപ്പോർട്ട് പകൽ പോലെ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: നിയന്ത്രണം വിട്ട ഈ പോരാട്ട വീര്യം പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ അധിക നേരം വേണ്ടി വരില്ല. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ഒരു പരിമിതമായ സൈനിക ഏറ്റുമുട്ടലായി തുടരുന്നില്ല, മറിച്ചത് സ്വാധീനത്തിന്റെയും നിലനിൽപ്പിന്റെയും വലിയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഓരോ ആക്രമണവും അതിന് പിന്നാലെയുള്ള തിരിച്ചടിയും ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നു. സമാധാന സാധ്യതകൾ മങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ശക്തികളുടെ ഏറ്റുമുട്ടൽ എവിടെ അവസാനിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. ഇതിനിടെ മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. ഭീഷണി തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഇസ്രായേലിന്റെ പുരോഗമിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നായിരുന്നു IDFന്റെ ഔദ്യോഗിക പ്രതികരണം. അതോടൊപ്പം സാധാരണക്കാർക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഉടൻ മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഹോം ഫ്രണ്ട് കമാൻഡ് മൊബൈൽ ഫോണുകളിലൂടെ നേരിട്ട് സന്ദേശങ്ങൾ അയച്ചതും ഈ ആക്രമണത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒന്നുതന്നെയാണ്. ആളുകൾക്ക് അലേർട്ട് ലഭിച്ചുടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ അവിടെ തുടരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തേക്ക് പോകുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അടിയന്തര നടപടികൾ ആക്രമണത്തിന്റെ വ്യാപ്തിയും ഭീഷണിയുടെ തീവ്രതയും വ്യക്തമാക്കുന്നതായാണ് വിലയിരുത്തൽ. ഇതിനിടെ ഇറാനി ആക്രമണത്തെ പ്രതിരോധ നടപടിയുടെ ഭാഗമായാണ് അവതരിപ്പിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ അവരുടെ സൈനിക ശേഷിയുടെ തെളിവായി ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും മേഖലയിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് മറുപടിയാണിത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സംഭവ വികാസങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. അമേരിക്കയുടെ നടപടികൾ അന്താരാഷ്ട്ര നിയമക്രമത്തെ തകർക്കുന്ന പുതിയ മാതൃകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ പ്രതിസന്ധിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാടെടുക്കാത്ത പക്ഷം അതിന്റെ ആഘാതം പല രാജ്യങ്ങളെയും ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇതൊരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ആഗോള പ്രതിസന്ധിയിലേക്ക് വളരാനുള്ള സാധ്യത കൂടിയാണെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. അതേസമയം സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വ്യോമസേനക്കും കനത്ത തിരിച്ചടി നേരിട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടതായാണ് വിവരം. ഇതിൽ 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകൾ വെടിവെപ്പിൽ തകർന്നു വീഴുകയായിരുന്നു. 6ഓളം വിമാനങ്ങൾ വിവിധ അപകടങ്ങളിൽപ്പെട്ട് തകർന്നതായും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരിക്കുന്നത് പൈലറ്റില്ലാത്ത റീപ്പർ ഡ്രോണുകൾ മാത്രമാണ്. 9 ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോൾ ജോർദാനിലെ വ്യോമതാവളത്തിൽ ഒരെണ്ണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നു. വിമാനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ കുവൈറ്റിൽ 3 F-15 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ KC-135 ടാങ്കർ തകർന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ടാങ്കർ അപകടത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന 5 KC-135 വിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ നഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന് പിന്നിൽ ഇറാനിയൻ ആന്റി എയർക്രാഫ്റ്റ് ഫയർ ആയിരിക്കാമെന്ന് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്ക നൽകിയിട്ടില്ല. അതേസമയം യുദ്ധം മൂർച്ഛിക്കുന്നതിനിടെ ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിക്കാൻ ഇടയാക്കി. മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. യമനിലെ ഹൂതി പോരാളികളും അമേരിക്കൻ ഡ്രോണുകളെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നാവിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതിനകം തന്നെ സൈനിക കേന്ദ്രങ്ങൾ, ഊർജ്ജ സൗകര്യങ്ങൾ, തന്ത്രപ്രധാന ഇടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് തുടരുകയാണ്. ഇരുപക്ഷങ്ങളും പരസ്പരം ശക്തമായ തിരിച്ചടികൾ നടത്തുന്നതിനാൽ യുദ്ധം കൂടുതൽ വ്യാപകമാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഈ സംഘർഷത്തെ ഒരു വലിയ ഭൗമ രാഷ്ട്രീയ ഏറ്റുമുട്ടലാക്കി മാറ്റാൻ ഇടയാക്കുന്നു. ഇത്തരത്തിൽ തുടരുന്ന ആക്രമണങ്ങളും തിരിച്ചടികളും പശ്ചിമേഷ്യയിലെ സമാധാന സാധ്യതകളെ കൂടുതൽ ദൂരെയാക്കി നിർത്തുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെടലുകൾ ശക്തമാക്കാത്ത പക്ഷം
ഈ സംഘർഷം നിയന്ത്രണാതീതമായി മാറാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക വ്യാപകമാണ്. ലോകത്തിലെ പ്രധാന ഊർജ്ജ വിതരണ മേഖലകളിൽ ഒന്നായ ഈ പ്രദേശത്ത് സംഘർഷം വഷളാകുന്നത് ആഗോള സാമ്പത്തിക രംഗത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നത് ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്നത് കേവലമൊരു ആഗോള സംഘർഷമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നല്ല. മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പായി ഇത് മാറുകയാണ്. ഓരോ മിസൈൽ ആക്രമണവും ശത്രുക്കളുടെ അഹങ്കാരത്തിന് മേൽ വീഴുന്ന കനത്ത പ്രഹരമാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ശബ്ദമായി ഇറാൻ ആകാശത്ത് തീമഴ പെയ്യിക്കുമ്പോൾ ആഗോള ശക്തികൾ പോലും ആ പോരാട്ട വീര്യത്തിന് മുമ്പിൽ പതറുകയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ ഇറാന്റെ അടുത്ത കരുനീക്കം എന്തായിരിക്കുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ ശത്രുലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.